തരം തിരുവേദം മനസമോദ വികാസം. റീബിൽഡ് ഡോക്ടർ എന്ന ഈ പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ പഠിക്കുന്നത് റോമലേഖനം 6-ാം അധ്യായത്തിലെ സ്നാനം ആത്മസ്നാനമാണോ ജലസ്നാനമാണോ എന്നുള്ള വിഷയമാണ്. ഇങ്ങനെ ഒരു പഠനത്തിന് എന്നെ പ്രേരിപ്പിച്ചത് ചില നാളുകൾക്ക് മുമ്പ് സഹോദരൻ അനിൽ കൊടുത്തോട്ടം റോമർ 6-ലെ സ്നാനം പരിശുദ്ധാത്മ സ്നാനമല്ല, അത് ജലസ്നാനമാണ് എന്ന് പറയുവാൻ അദ്ദേഹം ശ്രമിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഈ സ്നാനം റോമർ 6-ലെ സ്നാനം ജലസ്നാനമാണ്, അല്ലെങ്കിൽ വിശ്വാസ സ്നാനം. അതോ ആത്മസ്നാനമാണ്. ഇത് ആത്മസ്നാനമാകണം എന്ന ശാഠ്യം ഒരു പൊതു ബ്രദറൻ വികാരമാണ്. അതിൻ്റെ കാരണം എങ്കിലേ ബ്രദറൻ ഡോക്ടറിൻ പിടിച്ചു നിൽക്കാൻ സാധിക്കും. അപ്പോൾ ബ്രദർകാരെന്നുള്ള നമുക്കറിയാം, അവർ ശരിയായി കിടക്കുന്ന ഒരു പാസേജിൽ അവരുടെ അർത്ഥം തിരികെ കയറ്റാറുണ്ട്. അത് അവരുടെ ഒരു ശൈലിയാണ്. ഞാനൊരു തെളിവ് പറഞ്ഞാൽ അങ്ങനെ അവർ ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു തെളിവ് പറയുകയാണ്. ഇപ്പോൾ 1 കൊരിന്ത്യർ 14:2 പറയുന്നൊരു പ്രയോഗമുണ്ട്. അതെന്താണ്? അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നത്, ആരും തിരിച്ചറിയുന്നില്ല. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. റോമലേഖനം 6-ാം അധ്യായത്തിൽ അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനം ഏറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? 4-ാം വാക്യം: അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ച് എഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. 5-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരാണ് എങ്കിൽ പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. ഇതാണ് റോമലേഖനം 6-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മ സ്നാനം സംബന്ധിച്ച് ഉള്ള വാക്യങ്ങൾ. ഇവിടെ ശ്രീ അനിൽ കൊടുത്തോട്ടം ഈ ഭാഗത്തെ ജലസ്നാനമാക്കുന്നത് അല്ലെങ്കിൽ വിശ്വാസ സ്നാനമാണ് എന്ന് പറയുന്നതിൻ്റെ അദ്ദേഹത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, ഇവിടെ ഈ സ്നാനം എന്ന് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഈ സ്നാനം എന്ന വാക്കിനോട് ചേർന്ന് ആത്മാവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എന്ന ഒരു പദം ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിട്ടുള്ള റോമലേഖനം 6-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുള്ള സ്നാനം അത് ജലസ്നാനമാണ് എന്നാണ് പ്രിയ സഹോദരന്റെ നിലപാട്. അതുപോലെ മറ്റുള്ള പെന്തക്കോസ്ത് സഹോദരങ്ങളും അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. റോമർ 6-ലെ സ്നാനം ആത്മസ്നാനമാണ് എന്ന് തിരുവഴുത്തിന്റെ അടിസ്ഥാനത്തിൽ നാം പഠിക്കുന്നതിന് മുൻപ് നമ്മളെ എന്തുകൊണ്ടാണ് ശ്രീമാൻ അനിൽ കൊടുത്തോട്ടവും അതുപോലെ മറ്റുള്ള പെന്തക്കോസ്ത് സഹോദരങ്ങളുമൊക്കെ ഏത് ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് ലക്ഷ്യമാക്കിയാണ് ഇങ്ങനെ ഒരു വ്യാഖ്യാനത്തിന് വേണ്ടി തുനിയുന്നത് എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. സാധാരണ പറയുന്നുണ്ട്, 1-ൽ പഴച്ചാൽ 3-ൽ പിഴയ്ക്കും. എന്നാൽ ഉപദേശ കാര്യത്തോടുള്ള ബന്ധത്തിൽ, വേദപുസ്തകത്തിലെ ഉപദേശങ്ങളോടുള്ള ബന്ധത്തിൽ 1-ൽ തെറ്റ് സംഭവിച്ചാൽ അത് മറ്റെല്ലാ ഉപദേശങ്ങളെയും ബാധിക്കും എന്നുള്ളതാണ് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അപ്പോൾ ആത്മസ്നാനം എല്ലാവർക്കും ഇല്ലെന്നും ആത്മസ്നാനത്തിന്റെ അടയാളം അന്യഭാഷാ ഭാഷണമാണെന്നുമാണ് പൊതുവെ പെന്തക്കോസ്ത് സമൂഹം പഠിപ്പിക്കുന്നത്. ശ്രീമാൻ അനിൽ കൊടുത്തോട്ടവും ആ ഒരു നിലപാട് വെച്ച് പുലർത്തുന്ന ഒരു ഉപദേഷ്ടാവ് തന്നെയാണ്. അപ്പൊ അദ്ദേഹം ഇവിടെ പറയുന്നത് ആത്മസ്നാനം അല്ല ഇവിടെ പറഞ്ഞിട്ടുള്ള സ്നാനം. റോമാലേഖനം 6-ാം അധ്യായത്തിൽ പറഞ്ഞത് ജലസ്നാനമാണ്. അതിന്റെ കാരണം ഇവിടെ ആത്മാവ് എന്ന ആ വാക്ക് ഉപയോഗിച്ചിട്ട് ഇല്ല എന്നുള്ളതാണ്. ഈ കെ എബ്രഹാം സാറിന്റെ പരിശുദ്ധാത്മ സ്നാനം എന്ന പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ 4-ാമത്തെ അധ്യായത്തിൽ ആ അധ്യായം മുഴുവനും എബ്രഹാം സാറെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് പരിശുദ്ധാത്മ സ്നാനത്തിന്റെ അടയാളം, ഏകവും പ്രത്യക്ഷമായ അടയാളം അന്യഭാഷാ ഭാഷണം ആണ് എന്ന് തെളിയിക്കുവാൻ വേണ്ടിയുള്ള ഒരു വലിയ ശ്രമമാണ് അദ്ദേഹം ആ അധ്യായത്തിൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാകേണ്ടത് റോമാലേഖനം 6-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള ഈ സ്നാനം, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എന്ന ഈ പ്രയോഗം അത്
ആത്മസ്നാനമല്ല ജലസ്നാനമാണ് എന്ന് പെന്തക്കോസ്ത് സഹോദരന്മാർ അങ്ങനെ വ്യാഖ്യാനിക്കാനുള്ള കാരണം എന്താണ് എന്നുള്ളതും നമ്മൾ പഠിക്കേണ്ടത് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നാം എല്ലാവരും ഏക ശരീരമാകുമാർ ഏകാത്മാവിൽ സ്നാനമേറ്റു എന്ന് 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ അന്യഭാഷയെ ആത്മസ്നാനത്തോടും അഭിഷേകത്തോടും ആത്മനിറവിനോടും ഒക്കെ ബന്ധിപ്പിച്ച് പഠിപ്പിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വ്യാഖ്യാനത്തിന്റെ ആവശ്യം ഈ സഹോദരന്മാർക്ക് വന്നത്. റോമർ 6-ലെ സ്നാനം ആത്മസ്നാനമല്ല, ഇത് ജലസ്നാനമാണ് എന്ന് ഈ സഹോദരങ്ങൾ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ തെറ്റി പഠിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട 1 കൊരിന്ത്യർ 12-ാം അധ്യായം അതിന്റെ 29-30 വാക്യങ്ങളിൽ നാം ബന്ധിപ്പിച്ച് പഠിക്കുമ്പോൾ ഇത് വളരെ വ്യക്തമാണ്. പൗലോസ് 7 ചോദ്യങ്ങൾ അവിടെ ചോദിക്കുകയാണ്. എല്ലാവരും അപ്പോസ്തലന്മാരോ, എല്ലാവരും പ്രവാചകന്മാരോ, എല്ലാവരും ഉപദേഷ്ടാക്കന്മാരോ, എല്ലാവരും വീര്യപ്രവർത്തികൾ ചെയ്യുന്നവരോ? അതുപോലെ തന്നെ 30-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, എല്ലാവർക്കും രോഗശാന്തികൾക്കുള്ള വരമുണ്ടോ? എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നുവോ? 31-ാമത്തെ വാക്യം എല്ലാവരും വ്യാഖ്യാനിക്കുന്നുവോ? അപ്പൊ ഈ 7 ചോദ്യങ്ങളുടെ ഉത്തരവും എല്ലാവരും പ്രവാചകന്മാരോ അല്ല, എല്ലാവരും അപ്പോസ്തലന്മാരോ അല്ല, എല്ലാവർക്കും രോഗശാന്തികൾക്കുള്ള വരമുണ്ടോ? ഇല്ല, എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കുന്നുവോ? ഇല്ല, എല്ലാവരും വ്യാഖ്യാനിക്കുന്നുവോ? ഇല്ല. അപ്പൊ ഈ 7 ചോദ്യത്തിന്റെ ഉത്തരവും ഇല്ല എന്ന് ഉള്ളവരാണ്. എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കുന്നുവോ എന്ന ഈ ചോദ്യത്തിന്റെ ഉത്തരവും ഇല്ല എന്നുള്ളത് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും എങ്ങനെയാണ് അന്യഭാഷ ലഭിക്കുന്നത്? എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കുകയില്ല, കാരണം തിരുവഴുത്ത് അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ളപ്പോഴാണ് ആത്മസ്നാനത്തിന്റെയും അഭിഷേകത്തിന്റെയും ഒക്കെ അടയാളം അന്യഭാഷയാണ് എന്ന് ഈ സഹോദരങ്ങൾ പഠിപ്പിക്കുന്നത്. ആ പഠിപ്പിക്കലിന് വിരുദ്ധമായ കാര്യങ്ങളാണ് ഇവിടെ 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ നാം എല്ലാവരും ഏക ശരീരമാകുമാറെ ഒരേ ആത്മാവിൽ സ്നാനമേറ്റു എന്ന ആ വാക്യം കാണിക്കുന്നത്. അതുപോലെ തന്നെയാണ് റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റവരായ നാം എല്ലാവരും. അപ്പൊ ഈ 2 വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ റോമാലേഖനം 6-ാം അധ്യായം 3-ാമത്തെ വാക്യവും 1 കൊരിന്ത്യർ 12-ാം അധ്യായം 13-ാമത്തെ വാക്യവും കാണിക്കുന്നത് രക്ഷിക്കപ്പെട്ട എല്ലാ വിശ്വാസികൾക്കും ആത്മസ്നാനമുണ്ട്. നാം എല്ലാവരും ഏക ശരീരമാകുമാറെ ഒരേ ആത്മാവിൽ സ്നാനം ഏറ്റു എന്നുള്ള 1 കൊരിന്ത്യർ 12-ാം അധ്യായം 13-ാമത്തെ വാക്യം അനുസരിച്ച് എല്ലാ വിശ്വാസികളും, രക്ഷിക്കപ്പെട്ട സകല വിശ്വാസികളും ആത്മസ്നാനം പ്രാപിച്ചവരാണ്. അതേ സത്യം തന്നെയാണ് റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിലും പറയുന്നത്. നാം എല്ലാവരും യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റ നാം എല്ലാവരും. അതുകൊണ്ടാണ് ഈ വാക്യത്തെ റോമാലേഖനം 6-ാം അധ്യായത്തിലെ ഈ സ്നാനത്തെ അവിടെ ആത്മ എന്ന വാക്ക് അല്ലെങ്കിൽ പരിശുദ്ധാത്മ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് ജലസ്നാനമാണ് എന്ന് വ്യാഖ്യാനിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അവിടെ ആത്മസ്നാനത്തിന്റെ അടയാളം അന്യഭാഷയാണ്. എല്ലാവർക്കും ആത്മസ്നാനമില്ല. അന്യഭാഷ പറയുന്നവർക്ക് മാത്രമേ അല്ലെങ്കിൽ അന്യഭാഷ ലഭിച്ചവർക്ക് മാത്രമേ ആത്മസ്നാനമുള്ളൂ എന്നുള്ള തെറ്റായ പഠിപ്പിക്കലിനെ സാധൂകരിക്കുവാൻ, അതിനെ ശരിയാക്കാൻ വേണ്ടിയുള്ള മറ്റൊരു ബുദ്ധിയാണ്, ഒരു വളഞ്ഞ ബുദ്ധിയിലൂടെയാണ് ഈ കാര്യം ചെയ്യുന്നത്. അപ്പൊ ഇതിനുള്ള, അതായത് തങ്ങളുടെ ഉപദേശം സ്ഥാപിക്കാനുള്ള ഒരു മറുതന്ത്രമാണ് റോമാലേഖനം 6-ാം അധ്യായത്തിലെ ഈ സ്നാനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ ആത്മാവ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് ജലസ്നാനമാണ് എന്ന് ബ്രദർ അനിൽ കൊടുത്തോട്ടം വ്യാഖ്യാനിച്ചത്. റോമർ 6-ലെ സ്നാനം ആത്മസ്നാനമല്ല ജലസ്നാനമാണ് എന്ന് തെളിയിക്കുവാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണെന്നുകൂടെ നമ്മളെ ഇത് വ്യക്തമായി മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ ആ കാര്യം പറഞ്ഞതാണ്. അദ്ദേഹം പറയുന്ന ന്യായം എന്ന് പറയുന്നത്, ആ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഏക ന്യായം എന്ന് പറയുന്നത്, മറ്റൊരു ഭാഗം കൂടെ അദ്ദേഹം പറയുന്നുണ്ട്. അവിടെ പരിശുദ്ധാത്മാവ് എന്ന പദം ഉപയോഗിച്ചിട്ടില്ല. പ്രധാനമായും അദ്ദേഹം ഊന്നൽ കൊടുക്കുന്നത് ഇത് ചില ആൾക്കാർ, പ്രത്യേകിച്ചും ബ്രദറൻ ബാപ്റ്റിസ്റ്റുകാരൊക്കെ ഇത് ഇവിടെ ആത്മസ്നാനമാക്കേണ്ടത് അവിടെ ആവശ്യമാണ്. കാരണം അദ്ദേഹം പറയുന്നു ഇവിടെ ആത്മാവ് എന്ന ആ പദം ഉപയോഗിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ഈ ന്യായം തെറ്റാണ്, അല്ലെങ്കിൽ വാദം തെറ്റാണെന്ന് ഞാൻ തെളിയിക്കാം. അദ്ദേഹത്തോട് ചോദിക്കുന്നു, ആത്മസ്നാനത്തെ കുറിച്ച് പൊതുവെ പെന്തക്കോസ്ത് സഹോദരങ്ങൾ അതുപോലെ തന്നെ വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ആത്മസ്നാനം നടന്നതായി പറയുന്ന പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് പ്രവർത്തിമാണ്. മറ്റു ആശയത്തിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നടന്നത്, ആത്മാവ് ലഭിച്ച ആ ഒരു സന്ദർഭം എന്ന് പറയുന്നത് പ്രവർത്തന പുസ്തകം 2-ാം അധ്യായം, 8-ാമത്തെ അധ്യായം ശമരിയിൽ, അതുപോലെ 10-ാം അധ്യായം കൈസരിയിൽ, 19-ാം അധ്യായം എഫെസോസിൽ. ഈ 4 സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ 4 അധ്യായങ്ങളിലാണ്
പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത്, അല്ലെങ്കിൽ ആത്മപകർച്ചയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അപ്പോസ്തലപ്രവൃത്തി 2, 8, 10, 19 ഈ ഭാഗങ്ങളെങ്കിലും ഒരു ഭാഗത്ത് പോലും ആത്മസ്നാനം എന്ന പദം നമ്മൾ വായിക്കുന്നില്ല. എന്നാൽ ആത്മസ്നാനം പെന്തക്കോസ്ത് നാളിൽ നടന്നു എന്നുള്ളതാണ് വേദപുസ്തകം നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് ആത്മസ്നാനം പെന്തക്കോസ്ത് നാളിൽ നടന്നു, 2-ാം അധ്യായത്തിൽ നടന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ മനസ്സിലാക്കുന്നത് 1-ാം അധ്യായത്തിന്റെ പ്രവർത്തന പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു പറഞ്ഞു, ഏറെ നാൾ കഴിയും മുമ്പേ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും. അതുപോലെ 11-ന്റെ 15, 16 വാക്യങ്ങളിൽ പത്രോസ് പറഞ്ഞു, ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്ക് പരിശുദ്ധാത്മാവ് ആദിയിൽ എന്ന പോലെ അവരുടെ മേലും വന്നു എന്ന്. അതുപോലെ തന്നെ അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ അപ്പോൾ ഞാൻ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കർത്താവ് പറഞ്ഞ വാക്ക് ഓർത്തു. അപ്പൊ യേശുക്രിസ്തു 1-ന്റെ 5-ാമത്തെ വാക്യത്തിലും പത്രോസ് 11-ാം അധ്യായത്തിന്റെ 15, 16 വാക്യങ്ങളിൽ ആത്മസ്നാനത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഈ വാക്യങ്ങൾ ബന്ധിപ്പിച്ച് പഠിപ്പിക്കുമ്പോഴാണ് നമുക്ക് ആത്മസ്നാനം പെന്തക്കോസ്ത് നാളിൽ 2-ാം അധ്യായത്തിൽ നടന്നു എന്ന് വ്യക്തമാകുന്നത്. അതല്ലാതെ ആ ഭാഗങ്ങളിലൊന്നും 2, 8, 10, 19 ഈ ഭാഗങ്ങളിലെങ്ങും അധ്യായങ്ങളിലെന്നും ഒരു ഭാഗത്തും ആത്മസ്നാനം എന്ന ഒരു വാക്ക് കാണുന്നേയില്ല. ഇത് ശ്രീമാൻ അനിൽ കൊടുത്തോട്ടം മനസ്സിലാക്കണം. അപ്പൊ അവിടെ ആത്മസ്നാനം എന്ന വാക്കില്ലല്ലോ, പിന്നെ അങ്ങനെയാണെങ്കിൽ ആത്മസ്നാനം പെന്തക്കോസ്ത് നടന്നിട്ടില്ല എന്ന് എന്തുകൊണ്ടാണ് ശ്രീമാൻ അനിൽ കൊടുത്തോട്ടം പറയാട്ടത്? അപ്പൊ റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ അവിടെ യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനം ഏറ്റിരിക്കുന്നു എന്നുള്ള ആ പ്രസ്താവന, അല്ലെ ആ വേദവാക്യം, അത് ആത്മസ്നാനമാണ് എന്ന് മനസ്സിലാക്കാൻ എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? അവിടെ ആത്മാവെന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല എന്നതുകൊണ്ടാണെങ്കിൽ ഈ അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകത്തിൽ 2, 8, 10, 19 അധ്യായത്തിൽ ഈ വ്യാഖ്യാന മാതൃക എന്തുകൊണ്ട് അനിൽ പിന്തുടരുന്നില്ല? അനിലിനോടുള്ള 2-ാമത്തെ ചോദ്യം, പുതിയ നിയമവിശ്വാസികൾക്ക് പരിശുദ്ധാത്മാവ് അഭിഷേകമുണ്ട് എന്ന വേദപുസ്തകത്തിൽ നിന്ന്, പുതിയ നിയമത്തിൽ നിന്ന് ഒരു വാക്യമെങ്കിലും കാണിച്ചു തരാമോ? പുതിയ നിയമത്തിൽ എല്ലാ വിശ്വാസികൾക്കും, രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും പരിശുദ്ധാത്മ അഭിഷേകമുണ്ട്. എന്നാൽ നേരിട്ട് പരിശുദ്ധാത്മാഭിഷേകം വിശ്വാസികൾക്ക് ലഭിക്കും അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ള നിലയിൽ അങ്ങനെ ഒരു വ്യക്തമായ വാക്യം, പരിശുദ്ധാത്മ അഭിഷേകം എന്ന ഒരു പദം പുതിയ നിയമത്തിൽ എങ്ങും കാണാൻ സാധിക്കുകയില്ല. അപ്പൊ ആത്മാഭിഷേകത്തെ കുറിച്ച് പുതിയ നിയമത്തിൽ 7 വാക്യങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിന്റെ ആ വാക്യങ്ങൾ ഞാൻ ഒന്ന് പറഞ്ഞു പോകാം. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം, പ്രവർത്തന പുസ്തകം 4-ാം അധ്യായം 27-ാമത്തെ വാക്യം, 10-ന്റെ 38, എബ്രായലേഖനം 1-ന്റെ 9, അതുപോലെ 2 കൊരിന്ത്യർ 1-ന്റെ 21, അതുപോലെ 1 യോഹന്നാന്റെ 2-ാം അധ്യായം 20, 27 വാക്യങ്ങൾ. അപ്പൊ ഈ വാക്യങ്ങൾ എങ്ങും ശ്രീമാൻ അനിൽ പറയുന്ന പോലെ പരിശുദ്ധാത്മ അഭിഷേകം എന്ന ഒരു വാക്കേ ഇല്ല. 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പൊ ഇവിടെ എങ്കിലും ആത്മാഭിഷേകം എന്ന് കാണുന്നില്ല. അതുകൊണ്ട് ആത്മാഭിഷേകം പുതിയ നിയമത്തിൽ ഇല്ല, പുതിയ നിയമ വിശ്വാസികൾക്കില്ല എന്ന് എന്തുകൊണ്ട് അനിൽ പറയുന്നില്ല? അനിലിന്റെ റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിലെ സ്നാനത്തെ സംബന്ധിച്ചുള്ള ആ വ്യാഖ്യാന രീതി എന്തുകൊണ്ട് ശ്രീമാൻ അനിൽ ഈ അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകത്തിലും അതുപോലെ പുതിയ നിയമ സുവിശേഷങ്ങളിലും അതുപോലെ കൊരിന്ത് ലേഖനത്തിലും യോഹന്നാന്റെ ലേഖനത്തിലും എബ്രായ ലേഖനത്തിലുമുള്ള പരിശുദ്ധാത്മ അഭിഷേകത്തെ സംബന്ധിച്ചുള്ള ആ വ്യാഖ്യാനങ്ങളിൽ എന്തുകൊണ്ട് ഈ രീതി അദ്ദേഹം പിന്തുടരുന്നില്ല? മറ്റൊരു കാര്യം കൂടെ ഓർക്കേണ്ടത്, ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, അതായത് ഈ 7 വാക്യങ്ങളെ ബന്ധിപ്പിച്ച് പഠിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാഭിഷേകം രക്ഷിക്കപ്പെട്ട എല്ലാ പുതിയ നിയമ വിശ്വാസികൾക്കുമുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു വാക്യത്തെ മറ്റു വാക്യങ്ങളുമായി കണക്ട് ചെയ്ത് പഠിക്കുമ്പോഴാണ് ഒരു ഉപദേശ സത്യം, എല്ലായ്പ്പോഴും അങ്ങനെയല്ല, പക്ഷെ നേരിട്ട് പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളുമുണ്ട്, മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഞാൻ ഒരു വാക്യം കൂടെ വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ യാക്കോബ് തൂണിനെ അഭിഷേകം ചെയ്തു എന്ന് പറയുന്നുണ്ട്. ആട്ടെ, ഈ അഭിഷേകം പരിശുദ്ധാത്മാഭിഷേകമാണോ? ഈ ചില ആൾക്കാരെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, ചില ആളുകൾ കുതിരകളെ പോലെയാണ്. കുതിരകൾ വെള്ളം വളരെ ദൂരത്തു നിന്ന് തന്നെ മണത്തെറിയാൻ കഴിവുള്ള ഒരു ജീവിയാണ്, ഒരു മൃഗമാണ് എന്ന് പൊതുവെ പറയാറുണ്ട്. ഇതുപോലെ തന്നെ സ്നാനം എന്ന് എവിടെയെങ്കിലും കണ്ടാൽ അതെല്ലാം ജലസ്നാനമാണ് എന്ന് വ്യാഖ്യാനിക്കുന്ന ചില ആൾക്കാർ വേദചിന്തകന്മാരുടെ ഇടയിൽ ഉണ്ട്. ഇത് വചനവിരുദ്ധമായ ഒരു നിലപാടാണ്.
വേദപുസ്തകത്തെ മറ്റുള്ള വേദപുസ്തകം കൊണ്ട് വേണം നമ്മൾ മനസ്സിലാക്കുവാൻ. നമുക്കറിയാം യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ സംബന്ധിച്ച് യേശുക്രിസ്തു അവരോട് ഒരിക്കൽ പറഞ്ഞു, പരീശന്മാരുടെ പുളിച്ച മാവും ഹേരോദാവിന്റെ പുളിച്ച മാവും സൂക്ഷിച്ചു കൊടുക്കുക. അപ്പൊ ഇവര് കർത്താവ് ഇത് പറഞ്ഞപ്പോൾ അവർ ചിന്തിച്ചത് അവർക്ക് ഭക്ഷിപ്പാനുള്ള അപ്പത്തിന്റെ കാര്യമാണ് കർത്താവ് പറയുന്നത് എന്നാണ്. മർക്കോസ് വിശേഷം 8-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. റോമർ 6 സ്നാനത്തിന്റെ സമയത്തെ അല്ലെങ്കിൽ സ്നാനത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെ ആത്മാവ് എന്ന പദം ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് ജലസ്നാനമാണ് എന്ന ഒരു നിലയിലും വ്യാഖ്യാനിക്കുവാൻ കഴിയുന്നതേ അല്ല. ആ വേദഭാഗം വ്യക്തമായി പരിശോധിക്കുമ്പോൾ അത് ആത്മസ്നാനമാണ് എന്നത് നമുക്ക് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. മറ്റൊരു കാര്യം കൂടെ നമ്മൾ ഓർക്കേണ്ടത്, ഈ ലൂക്കോസ് വിശേഷം 12-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു പറഞ്ഞു, എനിക്ക് ഒരു സ്നാനം ഏൽക്കുവാനുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ പറഞ്ഞ ജലസ്നാനമാണോ? യേശുക്രിസ്തു പറയുകയാണ് എനിക്ക് ഒരു സ്നാനം ഏൽക്കുവാനുണ്ട്. അത് ജലസ്നാനമല്ല. അപ്പൊ സ്നാനം എന്ന് എവിടെയെങ്കിലും കണ്ടാൽ ഉടനെ ചാടി കയറി ഇത് ജലസ്നാനമാണ് എന്ന് പറയരുത്. അതുപോലെ അപ്പം നുറുക്കുക എന്ന പദം നമ്മൾ പല ഭാഗത്തും വായിക്കുന്നുണ്ട്. ഇത് തിരുവത്താഴത്തോടുള്ള ബന്ധത്തിൽ കർത്തൃമേശ്വരുടെ ബന്ധത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രവർത്തന പുസ്തകം 27-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യത്തിൽ ഒരു കപ്പൽ യാത്രയിൽ സഹപ്രവർത്തകരോട് ചേർന്ന് അപ്പോസ്തലനായ പൗലോസ് അവിടെ ദൈവത്തെ വാഴ്ത്തി അപ്പം എടുത്തു, അവൻ ദൈവത്തെ വാഴ്ത്തി അവൻ നുറുക്കി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ അപ്പം നുറുക്കി വാഴ്ത്തി എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനൊക്കെ വായിക്കുമ്പോൾ അയ്യോ ഇത് കർത്തൃമേശയാണ് എന്ന് ഒരിക്കലും വായിക്കരുത്, ചിന്തിക്കരുത്. അപ്പൊ വേദപുസ്തകത്തെ അല്ലെ ഒരു പദത്തെ അല്ലെങ്കിൽ ഒരു പ്രയോഗത്തെ നാം ആ നിലയിൽ തന്നെ എടുക്കുകയല്ല, മറ്റുള്ള വേദഭാഗങ്ങളും കൂടെ അതിന്റെ പശ്ചാത്തലം കൂടെ പരിശോധിച്ച് വേണം ഒരു ഉപദേശ സത്യം തെളിയിക്കേണ്ടത് എന്നുള്ള ഒരു അടിസ്ഥാന പ്രമാണം തീർച്ചയായും ഉപദേശങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മൾ വ്യക്തമായി അറിയേണ്ടത് ആവശ്യമാണ്. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ എന്തുകൊണ്ടാണ് റോമാലേഖനം 6-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള ഈ സ്നാനം ആത്മസ്നാനമായിരിക്കുന്നത്, ആ കാര്യം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ തിരുവെഴുത്തുകളെ പരിശോധിക്കുക. നമ്മുടെ ഏതെങ്കിലും ഒരു സഭയുടെ ആ ഒരു ഫ്രെയിംവർക്കിൽ നിന്നുകൊണ്ട് ആ ഫ്രെയിമിലൂടെ ഉപദേശത്തിന്റെ രൂപത്തിലൂടെ നമുക്കൊരിക്കലും തിരുവെഴുത്ത് പഠിക്കാൻ കഴിയുന്നതല്ല. വേദപുസ്തകം എന്താണോ ഒരു ഉപദേശത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, ഒരു സത്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, അത് അതേ നിലയിൽ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ പഠിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ പഠനം നിങ്ങൾക്ക് പ്രയോജനമാണ് എങ്കിൽ ഇത് മറ്റുള്ളവരോട് പങ്കുവയ്ക്കുക, ഷെയർ ചെയ്യുക. അതുപോലെ ഈ ശുശ്രൂഷയോട് ഓർത്ത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കമന്റുകൾ വളരെ മാന്യമായ സഭ്യമായ ഭാഷയിൽ ഏത് സഹോദരങ്ങളായിരുന്നാലും ഞാൻ അത് സ്വീകരിക്കുന്നതായിരിക്കും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങൾക്കുള്ള സംശയങ്ങളെ ഈ നമ്പറിലെ അറിയിക്കുക. ഈ ശുശ്രൂഷയോർത്ത് പ്രാർത്ഥിക്കുക. എല്ലാ ആത്മീയ സംഗമത്തിനും നന്ദി. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.